നമുക്കൊരു കഥ പറഞ്ഞ് തുടങ്ങാം. ഒരു യുവാവ് വളരെ അസ്വസ്ഥനായിരുന്നു. ചിന്തകളുടെ ഭാരമായിട്ട് അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എവിടെയും ഫോക്കസ് കിട്ടുന്നില്ല. അങ്ങനെ വളരെ അസ്വസ്ഥനായിട്ട് അദ്ദേഹം ഒരു ഗുരുവിനെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റുന്നില്ല, ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചിന്തകളാണ് എൻ്റെ പ്രശ്നം. ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ 100,000 ചിന്തകൾ എന്നെ പിടികൂടുകയാണ്. അപ്പോൾ ഗുരു എന്ത് ചെയ്തു? ആൾക്ക് മുന്നിലിരുത്തി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഈ ഗ്ലാസ്സിലെ വെള്ളത്തിന് ഭാരം അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ യുവാവ് പറഞ്ഞു, കാര്യമായിട്ടുള്ള ഭാരം അനുഭവപ്പെടുന്നില്ല, സാധാരണ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ഭാരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങളത് കുടിക്കാതെ കുറച്ച് നേരം ഗ്ലാസ്സിലെ വെള്ളം കയ്യിൽ പിടിക്കുക, ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് വരെ ഈ ഗ്ലാസ്സിലെ വെള്ളം കയ്യിൽ പിടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കുറേ നേരമായപ്പോൾ ഈ യുവാവിൻ്റെ കൈകൾ കഴയ്ക്കാൻ തുടങ്ങി. എന്നാലും കുറച്ച് നേരമൊക്കെ ഗുരു പറയുന്നത് വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കൈ പൊട്ടി താഴെ വീഴും എന്നൊരവസ്ഥയായപ്പോൾ ഇയാൾ ഗുരുവിനെ വിളിച്ചു. പറഞ്ഞു, എനിക്ക് തീരെ ഈ ഗ്ലാസ്സിലെ വെള്ളം കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല, കൈ കടഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം തരുന്ന സമയത്തും ഇപ്പോഴും ഗ്ലാസ്സിലെ വെള്ളത്തിൻ്റെ ഭാരത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? അപ്പോൾ യുവാവ് പറഞ്ഞു, ഇല്ല, നേരത്തെയുള്ള ഭാരം തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് കൈ കടഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്? കൈ കടഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താ? അപ്പോൾ യുവാവ് പറഞ്ഞു, ഞാൻ കുറേ നേരമായിട്ട് അത് പിടിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഗുരു ചോദിച്ചു, ഈ വെള്ളം ഒരു ദിവസം മുഴുവനായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. യുവാവ് പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല. കാരണം എന്ന് വെച്ചാൽ എന്താ? എൻ്റെ കൈ പൊട്ടിപ്പോവും. അപ്പോൾ ഗുരു യുവാവിനോട് പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളും. ചിന്തകൾ കുറച്ച് സമയം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. ഒരു പരിധി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചിന്തകൾ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഭാരം അവിടെ നിറയും. അങ്ങനെ ചിന്തകളുടെ ഭാരവുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ജീവിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളെല്ലാം തന്നെ ഇന്നത്തെ ചിന്തകളല്ല. നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളിൽ ഭൂരിഭാഗവും ഇന്നലെ ചിന്തിച്ചതും അതിന് മുന്നേ ചിന്തിച്ചതും മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചിന്തകളെ ഭാരം കുറയ്ക്കാൻ പറ്റും എന്നാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ. കാര്യങ്ങൾ വീണ്ടും പറയുന്നു. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ്. എനർജിയുടെ വ്യത്യസ്തമായ റിഫ്ലക്ഷനാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതായത് നമുക്ക് എന്തിനും ഏതിനും എന്ത് വേണം? എനർജി വേണം. ശരീരം ചലിപ്പിക്കാൻ, കൈകാലുകൾ ചലിപ്പിക്കാൻ, സംസാരിക്കാൻ, അല്ലേ, ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിന്, എന്തിനും നമുക്ക് എന്താവശ്യമാണ്? എനർജി വേണം. നമുക്ക് രണ്ട് രീതിയിൽ എനർജി ഉണ്ട്. ഒന്ന് ഫിസിക്കൽ എനർജി ഉണ്ട്, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് തോട്ട് എനർജി ഉണ്ട്. ഫിസിക്കൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിളായിട്ട് കാണുന്ന നമ്മുടെ ശരീരത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിസിക്കൽ എനർജി എന്ന് പറയും. ഓക്കെ. അടുത്ത തോട്ട് എനർജി എന്ന് പറഞ്ഞാൽ മെറ്റാഫിസിക്കൽ എനർജി എന്ന് പറയും. അതായത് നമ്മൾ ന്യൂറോ സയൻസിൽ പറയുന്നത് തോട്ട് എനർജിക്ക് പറയുന്ന വേറെ പേരാണ് മെറ്റാഫിസിക്കൽ എനർജി എന്ന് പറയും. ദാറ്റ് ഈസ് തോട്ട് എനർജി എന്ന് പറയും. അതായത് ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് ഫാൻ എന്ന് പറഞ്ഞാൽ അതിൽ കാണുന്ന പാർട്ടിനെയാണ് ഫിസിക്കൽ പാർട്ട് എന്ന് പറയും. പക്ഷെ ആ ഫിസിക്കൽ പാർട്ട് ഉണ്ടായാൽ മാത്രം ഫാൻ തിരിയില്ല. ഫാൻ തിരിയണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു മെറ്റാഫിസിക്കൽ എനർജി വേണം, അതായത് ഇലക്ട്രിസിറ്റി വേണം. ഇപ്പം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, അല്ലേ, ആ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ പാർട്ടാണ്. പക്ഷെ ആ മൊബൈൽ ഫോൺ പ്രവർത്തിക്കണമെങ്കിൽ ഒരു മെറ്റാഫിസിക്കൽ എനർജി ആയിട്ടുള്ള ഒരു എന്ത് വേണം? സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഫിസിക്കലായിട്ടുള്ള ഭാഗത്തിനെയാണ് ഫിസിക്കൽ എനർജി എന്ന് പറയാം. ശരീരത്തിൻ്റെ മനസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാഫിസിക്കൽ എനർജി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു, അസുഖം വന്നു, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡോക്ടറെ കാണാം. ഡോക്ടർ നമുക്ക് കൺസൾട്ട് ചെയ്തു. കൺസൾട്ടേഷന് ശേഷം എക്സ്റേ പറയാം, ECG പറയാം, ബ്ലഡ് റിപ്പോർട്ടുകൾ പറയാം, സ്കാനിങ് പറയാം, മറ്റ് പല രീതിയിലുള്ള മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് അസുഖം എന്ന് ഡോക്ടർക്ക് എന്ത് ചെയ്യാം? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഹീലിങ്ങിന് വേണ്ടിയുള്ള മെഡിസിൻസ് എഴുതാം. അതുപോലെ എന്തെങ്കിലും ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യാം, അല്ലേ, പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാം. അങ്ങനെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്തായി? ശരീരം ഹെൽത്തി ആയി. മനസ്സിൻ്റെ ഒരു സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹീൽ ചെയ്ത് വരാം. അപ്പം ശരീരത്തിന് അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ മനസ്സിനെയാണ് അസുഖം ബാധിച്ചതെങ്കിലോ നമുക്ക് ഇത്തരത്തിലുള്ള അമിത ചിന്തകളും
അതുപോലെ തന്നെ എന്താ കോൺഫിഡൻസ് ഇല്ലായ്മയും ഡിപ്രഷനും തുടങ്ങി മനസ്സിനെ ബാധിക്കുന്ന പല അസുഖങ്ങളുണ്ട് അല്ലേ. ഓവർ സ്ട്രെയിൻ, അതൊക്കെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളെ നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും? ഡോക്ടറെ പോയിട്ട് കാണിക്കാൻ പറ്റുമോ? ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയിട്ട്, സൈക്കാട്രി ഡോക്ടറെ പോയിട്ട് കാണിക്കാം. അവരെന്താ ചെയ്യുക? അവർ കുറച്ച് കൗൺസിലിംഗ് ഒക്കെ ചെയ്യും. പിന്നീട് നമുക്ക് തരുന്നത് മെഡിസിൻസ് ആണ് തരിക. ആ മെഡിസിൻ എങ്ങനത്തെ മെഡിസിൻസ് ആയിരിക്കും? ഡിപ്രഷനുള്ള മെഡിസിൻസ് ആയിരിക്കും, ഉറക്കം കിട്ടാനുള്ള മെഡിസിൻസ് ആയിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് ചിന്തകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കിടത്തി ഉറക്കൽ മാത്രമാണ്. അപ്പോൾ സെഡേഷനുള്ള മരുന്നുകളായിരിക്കും നമുക്ക് തരിക. ഈ സെഡേഷനുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തുണ്ടാവുക? നമ്മൾ വീണ്ടും വീണ്ടും ഡൗൺ ആവുകയാണ് ചെയ്യണത് അല്ലേ. അപ്പം മനസ്സിനെ ഹീൽ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ സ്വയം ഹീൽ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് സ്വയം ഹീൽ ചെയ്യുക? സ്വയം ഹീൽ ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്, വേൾഡ് വൈഡ് ആയിട്ടുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് നമ്മുടെ ധ്യാനം അഥവാ മെഡിറ്റേഷൻ. അപ്പോൾ എന്താണ് ധ്യാനം? നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടെക്നിക്കാണ്. സെൽഫായിട്ട് നമുക്ക് ചെയ്യാവുന്ന ധാരാളം റിസൾട്ട് ഉള്ള, വർഷങ്ങളായിട്ട് നമ്മൾ, നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ധ്യാനം അഥവാ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ മതത്തിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ധ്യാനം തന്നെയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പറയില്ലേ, എല്ലാ പ്രാർത്ഥനകളും മറ്റൊരു രൂപത്തിൽ എന്ത് തന്നെയാണ്? ധ്യാനം തന്നെയാണ്. ഇപ്പൊ ഭാരതത്തിൽ 1500 BC-കളിലൊക്കെയുള്ള ഗ്രന്ഥങ്ങളിൽ കൃത്യമായ ധ്യാന സംവിധാനത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ചാണക്യ സൂത്രം, അങ്ങനത്തെ ചാണക്യന്റെ കൃതികളിലൊക്കെ മനസ്സിനെ ഹീൽ ചെയ്യാനായിട്ടുള്ള ചാണക്യന്റെ തന്നെ ഒരുപാട് ഹീലിംഗ് ടെക്നിക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഭാരതത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ധ്യാന സംവിധാനം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ധ്യാനത്തിനെ പറ്റിയിട്ട് ഒരു ന്യൂറോ സയൻസിൻ്റെ ഒരു പഠനം നടന്നിട്ടുണ്ടായിരുന്നു. കാർണഗി മെലോൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കാർണഗി മെലോൺ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ ന്യൂറോ സയൻറ്റിസ്റ്റുമാരെ ഈ ധ്യാനത്തിൻ്റെ ഗുണങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ഒരു റിസർച്ച് നടത്തി. അപ്പോൾ അവർ ആ റിസർച്ചിന് വേണ്ടി തിരഞ്ഞെടുത്തത് ടിബറ്റിലുണ്ട്. ടിബറ്റിലെ 5 വർഷത്തിനേക്കാൾ കൂടുതലായിട്ട് ധ്യാനം ചെയ്യുന്ന സന്യാസിമാരെ കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ ബ്രെയിനിനെ അൾട്രാ മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? സ്കാൻ ചെയ്തു. ഓക്കെ, ആ സ്കാൻ ചെയ്തു. എന്നിട്ട് ആ കിട്ടിയ റിസൾട്ടിന് അവരെന്ത് ചെയ്തു? സാധാരണക്കാരായുള്ള മനുഷ്യന്മാരുണ്ട്, ഇപ്പോൾ ധ്യാനമൊന്നും ചെയ്യാതെ സാധാരണക്കാരായുള്ള മനുഷ്യരുണ്ട്, അവരുടെ തലച്ചോറുമായിട്ട് സ്കാൻ ചെയ്തു. അങ്ങനെ സ്കാൻ ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന റിസൾട്ടുകളാണ് ആ ഒരു പഠനത്തിലൂടെ അവർക്ക് കിട്ടിയത്. അത്രമാത്രം എന്തുണ്ട്? അവരുടെ ആ ബ്രെയിനിലുള്ള ന്യൂറോൺസിന്റെ പവറുകളും അല്ലെ. പിന്നെ അവർക്ക് സ്റ്റഡി നടത്തുമ്പോൾ അവരുടെ ഏജിങ് വളരെ ബിലോ ആണ്. അവരുടെ നോർമൽ ഏജിനേക്കാൾ എത്രയോ താഴത്തേക്കാണ് അവരുടെ ഏജ് വന്നിരിക്കുന്നത്. അവരുടെ IQ പവർ ഉണ്ടാവുന്ന വർധനവിനെ പറ്റിയിട്ട് പഠനത്തിലുണ്ട്. അപ്പോൾ സോ ഒരുപാട് കാര്യങ്ങൾ ആ പഠന റിപ്പോർട്ടിലുണ്ട്. അപ്പൊ മറ്റ് ജീവികളൊക്കെ, ഇപ്പൊ നിങ്ങൾ മറ്റ് ജീവികളെ നിരീക്ഷിക്കുക. ഇപ്പൊ പൂച്ച, നമ്മുടെ വീട്ടിൽ വരുന്ന നായ, അവർക്കൊന്നും കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ടോ റിഗ്രറ്റോ ഭാവിയെ പറ്റിയുള്ള പ്രതീക്ഷകളൊന്നുമില്ല അല്ലെ. അവരെന്താ ചെയ്യണേ? അന്നത്തെ ഭക്ഷണം, അന്നത്തെ കാര്യങ്ങൾ. അപ്പൊ പക്ഷി മൃഗാദികൾ എന്താ ചെയ്യുന്നു? അവര് പ്രസന്റിലാണ് ജീവിക്കുന്നത് അല്ലെ. എല്ലാ മൃഗങ്ങളും അവർക്ക് അവരുടെ തീറ്റ തേടുക, കിടന്നുറങ്ങുക, പിറ്റേ ദിവസം അതിന്റെ തീറ്റ തേടുക. ഒരു സാധനം റിസർവ് ചെയ്ത് വെക്കുന്ന പരിപാടി പോലും പക്ഷി മൃഗാദികൾക്കില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയാണോ? മനുഷ്യന്റെ രീതി തന്നെ വ്യത്യാസമുണ്ട്. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മനുഷ്യന്റെ ചിന്തകൾ കൂടുതലാണ്. മനുഷ്യൻ ചിന്തിക്കുന്നതെല്ലാം ഭൂതകാലത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ അല്ലേ, പ്രതീക്ഷിക്കുന്നതെല്ലാം എന്തിനെ പറ്റിയിട്ടാണ്? ഭാവിയെ പറ്റിയിട്ടാണ്. പ്രസന്റിൽ ജീവിക്കുന്ന മനുഷ്യരില്ല, അതാണ് സത്യം. ഓക്കെ, അപ്പം നമ്മളെ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്റെ ചിന്തകളെ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ധ്യാനത്തിന്റെ ഉദ്ദേശം. ഇപ്പോൾ സാധാരണഗതിയിലെ ഒരു മനുഷ്യൻ ഒരു ദിവസം 40,000 മുതൽ 50,000 വരെ ചിന്തകൾ ഒരു ദിവസം അവരുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടതെന്നാണ് പറയുന്നത്, ആവറേജ്. അത് നോർമൽ കണക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചിന്ത വരുന്നത് സ്ത്രീകളുടെ കാര്യത്തിലാണ്. അപ്പൊ നോർമലി ഒരു റേഞ്ച് വെച്ചിരിക്കുന്നത് 40,000 to 50,000 ചിന്തകളാണ് ഒരു ദിവസം എവിടെ ഉണ്ടാവുന്നത്? ഹ്യൂമൻ ബ്രെയിനിൽ ഉണ്ടാവുന്നത്. ഈ ചിന്തകളിൽ ഭൂരിഭാഗം ചിന്തയും ഏതിനെ പറ്റിയിട്ടായിരിക്കും? പാസ്റ്റിനെ പറ്റിയിട്ടായിരിക്കും, കഴിഞ്ഞ കാലത്തിനെ പറ്റിയിട്ടായിരിക്കും. കുറച്ച് ചിന്തകൾ എന്തായിരിക്കും? വരാൻ പോകുന്നതിനെ പറ്റിയുള്ള ചിന്തകളായിരിക്കും. വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് തോട്ട്സ് മാത്രമേ എന്തുള്ളൂ? പ്രസന്റ് ഉള്ളൂ അല്ലേ. നമുക്ക് ആനന്ദം കിട്ടുന്ന എവിടെയാണ്? പ്രസന്റിലാണ് അല്ലേ. ശരിയല്ലേ? അപ്പൊ നമുക്കൊരു ഉദാഹരണം പറയാം. കൊച്ചുകുട്ടികൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അതിന് കാരണം എന്താ? അവർക്ക് കഴിഞ്ഞതിനെ പറ്റിയുള്ള ചിന്തകളില്ല, വരാൻ പോകുന്നതിനെ പറ്റിയുള്ള ചിന്തകളില്ല. അവർ ജീവിക്കുന്ന എവിടെയാണ്? പ്രസന്റ് മൊമെന്റിലാണ്. പ്രസന്റ് മൊമെന്റിൽ ഒരു കളിപ്പാട്ടം കിട്ടിയാൽ അവർ ഹാപ്പിയാണ്, ഒരു ഐസ്ക്രീം കിട്ടിയാൽ അവർ ഹാപ്പിയാണ്,
ഒരു ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്, ഒന്ന് കൂട്ടുകാരായിട്ട് കളിച്ചാൽ അവർ ഹാപ്പിയാണ്, ഒന്ന് ഉറങ്ങിയാൽ അവർ ഹാപ്പിയാണ്. കാരണം എന്താ? അവർക്ക് വേറെ അല്ലലില്ല. കാരണം അവർ പ്രസന്റ് മൂമെന്റിലുള്ളവരാണ്. മനുഷ്യന് നമ്മളൊക്കെ എന്താ, പ്രായമുള്ള ആൾക്കാർ എന്ത് ചെയ്യും? പ്രായമുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാനില്ലാത്തതുകൊണ്ട് അവർ കഴിഞ്ഞ കാലത്തെ ഭൂതകാല സ്മരണകളെ പറ്റി ചിന്തിക്കും. ചെറുപ്പക്കാരെന്താ ചെയ്യണേ? ചെറുപ്പക്കാർ ഭാവിനെ പറ്റി ചിന്തിക്കും. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഏതിനെ പറ്റി ചിന്തിക്കാൻ നേരമില്ല? പ്രസന്റിനെ പറ്റി ചിന്തിക്കാൻ നേരമില്ല. ഇങ്ങനെ പ്രസന്റിനെ പറ്റി ചിന്തിക്കാനുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് മെഡിറ്റേഷൻ, ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. നിങ്ങളുടെ മനസ്സിനെ പ്രസന്റ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് എന്ത്? മെഡിറ്റേഷൻ. പല രീതിയിലുള്ള മെഡിറ്റേഷനുകളുണ്ട്. പല രീതിയിലുള്ള മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ തന്നെ ഒരുപാട് രൂപത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ബ്രീത്തിങ് മെഡിറ്റേഷൻ ഉണ്ട്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉണ്ട്, ഗൈഡ്നെസ് മെഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അതായത് ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്, മ്യൂസിക് മെഡിറ്റേഷൻ ഉണ്ട്, കൈൻഡ്നെസ് മെഡിറ്റേഷൻ ഉണ്ട്, ചക്ര മെഡിറ്റേഷൻ ഉണ്ട്, മന്ത്ര മെഡിറ്റേഷൻ ഉണ്ട്. അങ്ങനെ 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 ധാരാളം തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വിശാലമായ ലോകമാണ്. പല തരത്തിലുള്ള മെഡിറ്റേഷൻസ് സിസ്റ്റം നമുക്ക് നിലവിലുണ്ട്. അപ്പൊ അതില് ഇന്ന് നമ്മൾ പഠിക്കുന്ന മെഡിറ്റേഷനാണ് ബ്രീത്തിങ് മെഡിറ്റേഷനാണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയുള്ള മെഡിറ്റേഷനാണ് ബ്രീത്തിങ് മെഡിറ്റേഷൻ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ചെറിയൊരു പ്രയത്നം കൊണ്ട് തന്നെ ചെറിയ റിസൾട്ട് നമുക്ക് കിട്ടും. വലിയൊരു എഫേർട്ടൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ചെയ്യാം. അതിനുവേണ്ടി പ്രത്യേകിച്ചുള്ള ഒരു വലിയൊരു സംവിധാനമൊന്നും വേണ്ട, നമുക്ക് വീട്ടിനകത്തിരുന്ന് ചെയ്യാം. ഈ ബ്രീത്തിങ് മെഡിറ്റേഷന്റെ ഗുണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനെ പ്രസന്റ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഏതിലൂടെ സാധിക്കും? ബ്രീത്തിങ് മെഡിറ്റേഷനോട് സാധിക്കും. നമുക്ക് മനസ്സിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കും. മനസ്സ് നിയന്ത്രണ വിധേയമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് അഥവാ മോട്ടിവേഷൻ കൂടും. അപ്പൊ നമ്മുടെ മൂഡിനെ എന്ത് ചെയ്യുന്നു? റിലാക്സ് ആക്കുന്നു. അതുപോലെ നമുക്ക് നന്നായിട്ട് ഓക്സിജൻ ലഭിക്കുന്നതുകൊണ്ട് നമ്മുടെ എനർജി ലെവൽ കൂടുന്നു. ഇതൊക്കെയാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. നമുക്കൊരു അനുയോജ്യമായ സമയം വേണമെന്നാണ് ഫസ്റ്റ് പ്രോസസ്. ഫിക്സ് എ സ്യൂട്ടബിൾ ടൈം. അനുയോജ്യമായ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവീനിയൻസ് ആണ് ഏറ്റവും അനുയോജ്യമായ സമയം. നമുക്ക് ഏർലി മോർണിംഗ് ചെയ്യാം, ഈവനിങ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി നല്ലത് കുറച്ചും കൂടി നേരത്തെ ചെയ്യുന്നതാണ് ഏർലി മോർണിംഗ്. അതിന് കാരണം എന്താണെന്ന് അറിയാം? ഇപ്പം നമ്മളൊരു വേറൊരു ടൈം ചെയ്യുമ്പോൾ വീട്ടിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവും. വീട്ടിലെ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ TV ഉണ്ടാവും, കുട്ടികളുടെ ബഹളം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഡിസ്ട്രാക്ഷൻ വരും. അപ്പം അതുകൊണ്ട് മറ്റാൾക്കാർ ശല്യപ്പെടുത്താത്ത കുറച്ചും കൂടി നേരത്തെ സമയം, അല്ലേ, ഒരു 5 മണി, 5:30, 6 മണിയൊക്കെയാണ് കുറച്ചും കൂടി അനുയോജ്യമായ സമയം. പക്ഷെ എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ കൺവീനിയൻസ് ആണ് ഏറ്റവും അനുയോജ്യമായ സമയം. ഏത് സമയത്ത് ചെയ്താലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഉച്ചയ്ക്ക് 12 മണിക്ക് ചെയ്താലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. പക്ഷെ ആ സമയം നമുക്ക് എന്തായിരിക്കണം? അവിടെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സമയമായിരിക്കണം. അതാണ് കൺവീനിയൻസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു 15 മിനിറ്റ് വരെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ അരമണിക്കൂർ വരെ മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നോർമൽ ടൈം ഒരു 5 to 15 മിനിറ്റ്സ് വരെയാണ് നമുക്ക് മെഡിറ്റേഷൻ്റെ ടൈമിംഗ് ആയിട്ട് വേണ്ടത്. അതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണ്ട? മെഡിറ്റേഷൻ വേണ്ട. ആ ടൈം നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കുക. നമ്മുടെ മനസ്സിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക. ഞാൻ എല്ലാ ദിവസവും കാലത്ത് 6 മണിക്കാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ 6 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും? സിഗ്നൽ തരും. എന്ത്? മെഡിറ്റേഷൻ ചെയ്യാനുള്ള ആ ഒരു ത്വര നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പുറപ്പെടുവിക്കും. അപ്പോൾ അതുകൊണ്ട് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇതാണ് നമ്മുടെ മെഡിറ്റേഷൻ ടൈം എന്ന്. പിന്നെ നമുക്ക് വേണ്ടത്, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലോക്ക് നോക്കിയിട്ട് മെഡിറ്റേഷൻ ചെയ്യലൊക്കെ അത് പ്രാക്ടിക്കൽ അല്ല. 15 മിനിറ്റ് ആയി എന്ന് എങ്ങനെയാണ് നമ്മൾ അറിയുക? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അലാറം സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ്സ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അടിക്കുന്ന അലാറം വെക്കുക. അല്ലാണ്ട് ക്ലോക്ക് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കിയിട്ട് അപ്പം നമ്മുടെ ശ്രദ്ധ മുഴുവൻ എവിടേക്ക് പോകും? ക്ലോക്കിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ക്ലോക്ക് നോക്കിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യരുത്. 10 മിനിറ്റിൻ്റെയും 15 മിനിറ്റിൻ്റെയും ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ പ്രഭാതത്തിന്റെ ആ ഒരു ഇതൊക്കെ ഇല്ലേ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്, ഫ്ലൂട്ട്സ് ഒക്കെ വായിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഉണ്ടാവും 10 മിനിറ്റിന്റെ 15 മിനിറ്റ്. അപ്പൊ നമുക്ക് ആ 15 മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിൽ 15 മിനിറ്റ് വീഡിയോ നിങ്ങൾ പ്ലാൻ ചെയ്യുക, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. രണ്ടാമതായിട്ട് വേണ്ടത് നമുക്കൊരു പ്ലേസ് വേണം. എവിടെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്? മെഡിറ്റേഷൻ ചെയ്യേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അടച്ചിട്ട റൂം ആവരുത്, കുറച്ച് വായു സഞ്ചാരമുള്ള റൂമായിരിക്കണം. അപ്പം അതുകൊണ്ട് റൂമിലെ ജനലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് തുറന്നിടുക. ഓക്കെ, അത് അത്യാവശ്യമാണ്. അതായത് നേച്ചുറലായുള്ള ഒരു വായു നമുക്ക് കിട്ടാവുന്ന ഒരു സംവിധാനം ഉണ്ടാവും. ഓപ്പൺ പ്ലേസ് ആണെങ്കിൽ ടെറസോ ഓപ്പൺ പ്ലേസോ ആണെങ്കിൽ വളരെ നന്നായി. പിന്നെ റിലാക്സ് ആയുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. അതായത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വളരെ റിലാക്സ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. സമ്മർദ്ദം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണം അവിടെ കിട്ടത്തില്ല.
അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന ബ്രീത്തിങ് എക്സസൈസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ബ്രീത്തിങ് മെഡിറ്റേഷൻ ആണ്. അപ്പോൾ ശ്വാസം എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബലപ്പെട്ടിട്ട് ശ്വാസം എടുത്ത് കുത്തി നിറയ്ക്കാനൊന്നും പോകണ്ട. നോർമൽ ആയിട്ടുള്ള ശ്വാസങ്ങൾ നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനൊരു താളം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ 2-3 പ്രോസസ്സ് ചെയ്യാൻ പറയാം. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് മെഡിറ്റേഷനിൽ ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നതാണ്. ശ്വാസം എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മൾ ശ്വാസം എടുക്കുക. ഒപ്പം നിങ്ങൾ ചെയ്തോളൂ, നോർമലായിട്ട് ശ്വാസം എടുക്കുക. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ശ്വാസം എടുക്കാനായിട്ട് ക്രമമൊക്കെ ഉണ്ട്. ക്രമം എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ശ്വാസം എടുക്കുക. നമ്മൾ കയ്യിൽ എണ്ണ 1 2 3 4 എന്നുള്ള ടൈമിങ്ങിലാണ് ശ്വാസം എടുക്കേണ്ടത്. ഒന്ന് 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുക. 4 സെക്കൻഡിൽ ശ്വാസം എടുക്കുക. ആ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ഇതാണ് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ ശ്വാസം എന്ന് പറഞ്ഞാൽ പ്രാണനാണ്. ശ്വാസത്തിന് നമ്മൾ പ്രാണൻ എന്ന് പറയുന്നത് അല്ലേ. ഈ പ്രാണൻ ശരീരത്തിൽ മുഴുവനായിട്ട് നിറച്ചാൽ ഒരു ആനന്ദം നമുക്ക് കിട്ടാനുണ്ട്. ആനന്ദത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് സമയം അവിടെ ഹോൾഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ടൈമിംഗ് ഒന്നും പറയണ്ട. ടൈമിംഗ് ഞാനൊരു 3-4 പ്രാവശ്യം ചെയ്തതിനു ശേഷം നമുക്ക് ടൈമിംഗ് പറയാം. അപ്പോൾ ആദ്യം ശ്വാസം എടുക്കുക, കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, ആ ശ്വാസത്തിന് അവിടെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ ഈ ശ്വാസത്തിന് വിടുക. അപ്പൊ ശ്വാസം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ശ്വാസം പുറത്തേക്ക് വിടാനായിട്ട്. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. എംപ്റ്റി എന്ന് പറയും. ഈ ടൈമിനെയാണ് നമ്മൾ പറയും സ്റ്റേ ടൈം എന്ന് പറയും. സ്റ്റേ ടൈം നമ്മൾ ഇതേപോലെ തന്നെ 2-3 സെക്കൻഡുകൾ സ്റ്റേ ടൈം വയ്ക്കുക. അതായത് പ്രാണനില്ലാത്ത ശരീരത്തിനും ഒരു ആനന്ദമുണ്ട് അല്ലേ. പ്രാണൻ ശ്വാസം പോയ ശരീരത്തിനും ശ്വാസം നിറഞ്ഞ ശരീരത്തിന്റെ ആ ഫീല് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ടൈമിങ് വരണം. അപ്പൊ നമ്മുടെ ഫോക്കസ് എല്ലാം എവിടേക്ക് പോവും, ശ്വാസഗതിയിലേക്ക് പോവും. അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പോകുന്ന പറയണത്, ചിന്തകൾ മാറിപ്പോവും. ഇതാണ് നമ്മുടെ ബ്രീത്തിങ് മെഡിറ്റേഷന്റെ ബേസിക് കൺസെപ്റ്റ്. പതുക്കെ ശ്വാസം എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം എല്ലാവരും. പതുക്കെ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, പതുക്കെ ശ്വാസം വിടുക. വീണ്ടും അവിടെ എംപ്റ്റി ആയിട്ടുള്ള പൊസിഷനിൽ വീണ്ടും ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, ശ്വാസം വിടുക. വിട്ടതിന് ശേഷം സ്റ്റേ ടൈം 2-3 സെക്കൻഡ്. ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, പതുക്കെ ശ്വാസം വിടുക, എംപ്റ്റി ആയിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തുക. വീണ്ടും ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, ശ്വാസം പതുക്കെ വിടുക. സ്റ്റേ ടൈം 2-3 സെക്കൻഡ്. വീണ്ടും ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, പതുക്കെ ശ്വാസം വിടുക. സ്റ്റേ ടൈം 2-3 സെക്കൻഡ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് ചെയ്താൽ അത് വർക്കൗട്ട് ആവില്ല. അടുത്ത ദിവസം നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാമായുള്ള അറ്റ്മോസ്ഫിയറിൽ ഇത് ചെയ്ത് പരിശീലിച്ചാൽ മതി. എല്ലാവർക്കും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊരു വർക്കൗട്ട് ആവണം. പെട്ടെന്നൊരു സമയത്ത് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും ഉള്ള ഒരു സമയത്തൊക്കെ പറഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല. ശ്വാസം വിട്ട ഉടനെ നിങ്ങൾ എന്തെടുക്കാൻ പാടില്ല. ചില ആൾക്കാർ ശ്വാസം വിട്ട ഉടനെ അയ്യോ എന്നിട്ട് അടുത്ത ശ്വാസം എടുക്കും. ശ്വാസം വിട്ട് നമ്മുടെ ശരീരത്തെ പ്രാണൻ മുഴുവൻ പുറത്തേക്ക് എക്സൈൽ ചെയ്തതിനു ശേഷം 2-3 സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം, ശ്വാസം ഇല്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടാണ് വേണം നമ്മൾ എന്ത് എടുക്കാനായിട്ട്, പുതുശ്വാസം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ആദ്യമൊക്കെ നമുക്ക് എന്താ, സമയത്തിന്റെ ദൈർഘ്യം, പെട്ടെന്ന് ശ്വാസം വിടലും എടുക്കലൊക്കെ പ്രശ്നമാവും. നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് കുറേ ടൈം വരും. ശ്വാസം പതുക്കെടുക്കാനായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ കുറേ സമയം കൊണ്ട് എടുക്കും, കുറേ സമയം ഹോൾഡ് ചെയ്യും, കുറേ സമയം കൊണ്ട് നമ്മൾ പുറത്തേക്ക് വിടും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേ ടൈമും കുറേ ടൈം ആവും. അപ്പം നമുക്ക് എന്ത് വരും, ശ്വാസത്തിൻ്റെ മുകളിൽ നമ്മുടെ കൺട്രോൾ വരും. ശ്വാസത്തിൻ്റെ മുകളിൽ കൺട്രോൾ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്താ, നമ്മുടെ മൈൻഡിൻ്റെ മുകളിലെ കൺട്രോളാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന 2 കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, ഏതാണെന്ന് പറയാൻ പറ്റുമോ? പ്രസന്റ് മൊമെന്റിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹൃദയത്തിന്റെ മിടിപ്പാണ്.
പ്രസന്റ് മോമെന്റിൽ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രസന്റ് മോമെന്റിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് പ്രസന്റ് മോമെന്റിൽ നടക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്. ഇതിൽ ആദ്യത്തെ കാര്യം, ഹൃദയത്തിന്റെ മിടിപ്പിനെ നമുക്ക് ഇതേപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഈ എന്താ പറയാ, നമ്മൾ പറയുന്നതനുസരിച്ച് ഹോൾഡ് വിടുക, ഈ രീതിയിൽ നമുക്ക് ഹൃദയത്തിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഹൃദയത്തിന്റെ മിടിപ്പിനെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഹൃദയത്തിന്റെ മിടിപ്പ് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ കൺട്രോളിലുള്ള സാധനം ഏത് മാത്രമേ ഉള്ളൂ? ശ്വാസം മാത്രമേ ഉള്ളൂ. ഹൃദയം പ്രസന്റ് മോമെന്റിൽ പ്രവർത്തിക്കുന്ന ഒരു വസ്തുവാണ്, പക്ഷെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളല്ല ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിക്കുന്ന ആള്. ശ്വാസം എടുക്കും ചെയ്യുന്ന ആരാണ്? നമ്മളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ശ്വാസത്തിന്റെ ഗതി നിർണ്ണയിക്കാം. ഈ ശ്വാസത്തിന്റെ ഗതി എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് മനസ്സിന്റെ ഗതി നിർണ്ണയിക്കാം. അപ്പൊ നമ്മുടെ ഫോക്കസ് എവിടേക്ക് പോകും? ശ്വാസം എടുക്കുന്നതിലും വിടുന്നതിലും ഹോൾഡ് ചെയ്യുന്നതിലും സ്റ്റേ ചെയ്യുന്നതിലും നമ്മുടെ ഫോക്കസ് മൈൻഡ് അവിടേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? മൈൻഡിലുള്ള പാസ്റ്റ് ആയതോ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, എല്ലാ ചിന്തകളും അവിടുന്ന് എന്താവും? വാനിഷ് ആയി പോകും. അങ്ങനെ വാനിഷ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ മൈൻഡ് വളരെ ഫ്രഷ് ആയ ഒരു എനർജിയിലേക്ക് എത്തുക ചെയ്യുക. ഇതാണ് ഇവിടെ നമുക്ക് സംഭവിക്കുന്നത്. രണ്ടാമത് പറയുന്നത്, ശ്വസിക്കുന്നത് മൂക്കുകൊണ്ടാവണം, ശ്വാസം പുറത്തു വിടുന്നത് വായ കൊണ്ടായിരിക്കണം. നമ്മൾ വായ കൊണ്ട് ശ്വാസം വിടുമ്പോൾ നമ്മൾ തൊണ്ടയിൽ ടച്ച് ചെയ്ത ഒരു ശബ്ദത്തോടെ നമ്മൾ പുറത്തേക്ക് വിടണം. നമ്മൾ ഒന്നുണ്ടാക്കി നോക്കുക, തൊണ്ടയിൽ ടച്ച് ചെയ്യുന്ന ശബ്ദം, ആ ഒരു ഫീല് നമുക്ക് വരണം. അടുത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു നമ്പേഴ്സാണ്. ഈ റേഷ്യോ എഴുതിയെടുക്കുക. 4383. എന്താ 4383? നോക്കാം. 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുക. കൗണ്ട് ചെയ്തോളാം. 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 8 സെക്കൻഡ് കൊണ്ട് ശ്വാസത്തിന് എന്ത് ചെയ്യുക? പുറത്തേക്ക് വിടുക. വീണ്ടും 3 സെക്കൻഡ് എന്ത് ചെയ്യുക? നമ്മൾ ശ്വാസം ഇല്ലാത്ത പൊസിഷനിൽ നിർത്തുക. അപ്പോൾ റൗണ്ടായി. ഓക്കെ, 21 നമുക്ക് ക്രിയ നമ്പർ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ക്രിയ ചെയ്ത് നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് എവിടെയൊക്കെ ഇരിക്കാന്നാണ്. നമുക്ക് ഇരിപ്പിടം വേണം അല്ലേ? ഒന്നുകിൽ നിലത്ത് നമുക്ക് ഇരിക്കാം. ഇപ്പൊ ചെറുപ്പക്കാരാണെങ്കിൽ നമുക്ക് നിലത്തിരിക്കാം, പായിട്ടിരിക്കാം. ഒരിക്കലും തറയിൽ തണുത്ത നിലത്ത് ഇരിക്കരുത്, പായിട്ടിരിക്കാം. രണ്ടാമതായിട്ട് നമുക്ക് നോർമലായിട്ട് ചമ്രം പടിഞ്ഞിരിക്കാം. ഇനിയിപ്പോൾ പത്മാസനത്തിൽ, ഇപ്പൊ യോഗാസനമൊക്കെ അറിയുന്ന ആൾക്കാർക്ക് പത്മാസനം ഉണ്ട്, പത്മാസനത്തിലിരിക്കാം. ഇനിയിപ്പോൾ യോഗയിൽ തന്നെ വജ്രാസനം ഉണ്ട്, വജ്രാസനത്തിലിരിക്കാം. വജ്രാസനത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ഭയങ്കര ഫീലായിരിക്കും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഏജൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഈ നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കസേര സംഘടിപ്പിക്കുക. കസേര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോൾ ഇരിക്കുന്ന പോലത്തെ കസേര ചെയ്ത് തിരിയണ കസേരയൊക്കെയാണ്. ഒരു സ്റ്റഡി ആയിട്ടുള്ള കസേര, മൂവ് ചെയ്യാത്ത ഒരു കസേര നമ്മൾ എടുക്കുക. ആ കസേരയിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റഡി ആയിട്ടിരിക്കുക. കസേരയിൽ പുറം നമ്മൾ എവിടെ കുത്തണം? അവിടെ ചാരണം അല്ലെ? ചാരി കാല് നിലത്ത് വെച്ച് ഒരു സ്റ്റഡി പൊസിഷനിൽ ഇരുന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ധ്യാനം ചെയ്യാനായിട്ട്. ഓക്കെ, കണ്ണുകൾ നമുക്ക് അടച്ചിടാം, അല്ലെങ്കിൽ നമുക്കൊരു പാതി എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക ഫോക്കസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ഔട്ട് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. പൊസിഷൻ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സോഫയാണെന്ന് വിചാരിക്കുക. നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോഫയിൽ ചാരി ചമ്രം പടിഞ്ഞും ഇരിക്കാം. ഇപ്പോൾ സോഫ സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സോഫയിൽ ചമ്രം പടിഞ്ഞിരിക്കാം. കിടന്നിട്ട് നമ്മൾ ധ്യാനം വേണ്ട. കിടന്ന് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കിടന്ന് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ധ്യാനത്തിന് മുമ്പ് ഉറക്കം സംഭവിക്കും. കാരണം അങ്ങനത്തെ ഒരു ഇതായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഉറക്കത്തിലേക്ക് ഡൈവേർട്ടായി പോകും. ബ്രീത്തിങ് വ്യായാമത്തിലെ ഒരു അഡ്വാൻസ്ഡ് ആയ കാര്യം കൂടിയുണ്ട്. അതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ണുകൾ അടച്ചിട്ടാണല്ലോ ധ്യാനം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശ്വാസം എടുക്കുക എന്ന് പറയാം അല്ലെ? അപ്പൊ ശ്വാസം എടുക്കുമ്പോൾ ഒരു വെള്ളപ്പുക, ഒരു ഐശ്വര്യത്തിന്റെ ഒരു വെള്ളപ്പുക, നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണുക. ശ്വാസം എടുക്കുമ്പോൾ വൈറ്റ് എനർജി. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന 3 സെക്കൻഡ് ഉണ്ട് അല്ലേ? ഈ എനർജി നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മളിങ്ങനെ ജ്വലിക്കുന്നതായിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക? ഇത് എക്സൈൽ ചെയ്യുന്ന സമയമുണ്ട്. 8 സെക്കൻഡിൽ എക്സൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളപ്പുക ഇങ്ങനെ പോയി ഇങ്ങനെ എക്സൈൽ ചെയ്യുമ്പോൾ അതിന്റെ കാഠിന്യം കുറഞ്ഞ് ബ്ലാക്ക് ആയിട്ട് ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് എക്സൈൽ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം എടുക്കുന്നത് വൈറ്റ് എനർജി, എക്സൈൽ ചെയ്യുന്നത് ഒരു ബ്ലാക്ക് എനർജി ആയിട്ട് നമ്മൾ കണ്ണിൽ എന്ത് ചെയ്യുക? ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പം ആ ബ്ലാക്ക് എനർജി പോയി കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ്സ് പോയി
നമ്മൾ വീണ്ടും എന്തായി പരിപൂർണമായിട്ട് ഫ്രഷ് ആയി എന്നുള്ളൊരു ഫീല് നമുക്ക് കൊണ്ടുവരിക. നിർബന്ധമായിട്ടും ട്രൈ ചെയ്യുക. എല്ലാവരും നാളെ ട്രൈ ചെയ്യുക. ഞാൻ പറയണു നല്ല മാറ്റം ഉണ്ടാവും. എന്താ ഇന്നലെ പറഞ്ഞ കഥ, കുറേ എഫേർട്ടുകൾ നമ്മൾ എടുക്കണം. നമ്മളെടുക്കാതെ എല്ലാ സമൃദ്ധിയും നമ്മളിലേക്ക് വരില്ലേ അല്ലേ? വരുമോ? നമ്മുടെ സമൃദ്ധി നിശ്ചയിക്കുന്ന ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ് അല്ലേ? നമ്മൾ പറയില്ലേ, വിതച്ചതേ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ.